നിങ്ങളുടെ കറന്റ് എനർജി എന്താണെന്ന് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഏത് വൈബ്രേഷനാണ് ഇപ്പോഴുണ്ടാകുക, എവിടേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ പോകേണ്ടത് അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആകേണ്ടത്. നിങ്ങൾ എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ഫോക്കസ്ഡ് ആകേണ്ടത്? എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതെന്നാണ്. ഓക്കെ, നിങ്ങൾ വളരെ ഡിപ്രസ്ഡ് ആണ് എന്നുള്ളതാണ് റീഡിങ്ങിൽ കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച്, എല്ലാവർക്കും ആയിരിക്കില്ല, ഈ കാണുന്നതിൽ കുറച്ചു പേർക്കെങ്കിലും നിങ്ങൾ വളരെ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ടെൻസ്ഡ് ആണ്, സ്ട്രെസ്ഡ് മൈൻഡുമായിട്ടാണ് നിൽക്കുന്നത് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എന്നാണ് പറയുന്നത്. ഒരു പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആകുന്നതിൻ്റെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആ ഒരു എന്താ പറയുക നെഗറ്റീവ് എനർജി. അതൊരു കാർമിക് സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത്. നമുക്ക് എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ ചെയ്തതിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് ലൈഫിൻ്റെയോ ഒക്കെ ചില കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ എന്താ പറയേണ്ടത് അനുഭവിക്കേണ്ടി വരിക, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുക, അതൊരു ലെസൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. സോ അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ വന്നു, പക്ഷെ അത് നിങ്ങൾ വിചാരിച്ച കണക്ക് വർക്കായില്ല, പക്ഷെ നിങ്ങൾക്ക് കിട്ടിയത് മൊത്തം ഒരു എന്താ പറയുക നെഗറ്റീവ് തോട്ട്സും നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കാത്തത്. ഓക്കെ, സ്ട്രെസ്സും ടെൻഷനും ഡിപ്രഷൻ മൂഡും ഒന്നും ആരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല, പക്ഷെ അതൊക്കെ ആയിരിക്കും നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ നിന്ന് കുറച്ചൊന്ന് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അത് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഹോൾഡ് ചെയ്തിരിക്കരുത്, കാരണം ആ ഒരു റിലേഷൻഷിപ്പ് കാർമിക്കാണ്, അത് ഇവിടെ എൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ നിങ്ങൾ ഇപ്പൊ എന്ത് സ്റ്റേജിലാണോ നിൽക്കുന്നത് ആ ഒരു സ്റ്റേജ് കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ അതിനൊരു റീകൺസൈലേഷൻ ഉണ്ടാകില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അത് എന്തുകൊണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണുന്നുണ്ട്. അതൊരു കാർമിക് റിലേഷൻ ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു അനുഭവിക്കുന്ന ഡിപ്രഷൻ ഒക്കെ നിങ്ങൾ ജസ്റ്റ് അത് ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെൽഫ് ഹീലിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഹീൽ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോഴും നമ്മുടെ പ്രസന്റിൽ ഇരിക്കുക, അതോടൊപ്പം നമ്മുടെ ലൈഫിൽ മുന്നോട്ട് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മാത്രമാണ് നമുക്ക് ലൈഫിൽ